തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ഹക്കുവിൻ്റെ ഡോബിളിയുടെ ഫാക്ടറിയിൽ നിഹയെ വിയാതെ പിടിച്ചു നിന്ന രണ്ട് മഹാന്മാർ അവളെ വിട്ട് ഞെട്ടി തിരിഞ്ഞ് നോക്കിയതും നിഹ നേരെ പൂളിലേക്ക് വീണു. ഓൾറെഡി അവളെ ചവിട്ടി പൂളിലിടാമെന്ന് റിച്ചുവാണിൽ എൻ്റെ പണി കുറഞ്ഞു കിട്ടിയെന്ന സന്തോഷത്തിൽ നിൽക്കുവാണ്. നയൻ സിനിമയിൽ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും പോലെ പൂളിൽ നിന്ന് പൊങ്ങി നിഹയെ കണ്ട് കലിപ്പിൽ പോയ അക്കുവും അവളെ പിടിക്കാൻ പോയ ശ്രുതി, റീമയും നന്ദുവും സുനിതാൻ്റെയും കുട്ടി മാൻഷനിലേക്ക് തിരിച്ചെത്തിയ ആദു ഉൾപ്പെടെ ഗേൾസ് ടീം എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ചിരിക്കുകയാണ്. നിഹക്കാണെ എല്ലാം കൂടെ കണ്ടാകെ വട്ട് പിടിക്കുന്നുണ്ട്. സംഗതി വഷളാവുന്നെന്ന് കണ്ടിട്ടോ എന്തോ കാശിയും ദേവനും വേഗം അവളെയും വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റി ഉന്തി തള്ളി റൂമിലേക്ക് വിട്ടു. വെറുതെ എന്തിനാ നല്ലൊരു ദിവസം കുളം തോണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിഹ കയറിപ്പോറ്റോ നമ്മുടെ ത്രിദേവ് ചിരി നിർത്തിയിട്ടില്ല എന്നതാണ്. ചിരി 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 പൊട്ടിച്ചിരി കൊലച്ചിരി അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് വട്ട് പിടിച്ചിട്ടാണോ എന്തോ അവരെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പാവം കെട്ടിയോൻസ്. അത്രയായപ്പോഴാണ് നമ്മുടെ അക്കൂന് വന്ന കാര്യം ഓർമ്മ വന്നത്. എടോ, ഇത്രയാണ് പ്രണവിൻ്റെ കയ്യിലിട്ടൊരു തട്ടും കൂടി കൊടുത്താണ് ലെവൾ വിളിച്ചത്. പ്രണവാണെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാതെ ഞെട്ടി നിൽക്കുക. തനിക്കാണെന്ന് അവളത്ര മാത്രമേ കണ്ടുപിടിച്ചോളൂ. അവളുടെ കൂടെ വടി പോലെ നിന്ന് എന്നെന്തേ കണ്ടില്ലേ? ഏതവള്? മാഡത്തെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ റിൻഷിൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഞാനവൾ ആദ്യമായിട്ട് കണ്ടതേ അവൾ ആദ്യമായിട്ടിനോട് ചൂടാവുന്നത് കണ്ടിട്ടാണെന്നല്ലോ താൻ പറഞ്ഞേ. എൻ്റെ പേരും പറഞ്ഞ് ആ ചൂടായത്. എന്നിട്ട് താൻ അവളെ പോയി പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാനെന്താ പുകയോ? വട്ട് കേസാണ് മോനെ തോന്നുന്നു. രക്ഷപ്പെട്ടോ? ജിതിൻ നൈസായി പ്രണവിൻ്റെ ചെവിയിൽ പറഞ്ഞെങ്കിലും പ്രണവ് നിർവികാരത്തിനെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. അറ്റ്ലീസ്റ്റ് അതിൻ്റെ വായിൽ നിന്ന് രണ്ട് ചീത്തെങ്കിലും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആക്കൊരു കാര്യമില്ലാതെ പോയി ചൂടായത്. ബട്ട് അവിടെ അനക്കൊന്നും കാണാത്തത് കൊണ്ട് കൊച്ചു സാഡായിപ്പോയി. അക്ഷരമേടം ഒന്നവിടെ നിന്നേ. തിരിഞ്ഞു പോകാതെ നിന്ന് അക്കു ആ ഡയലോഗ് കേട്ടതും അപ്പം തന്നെ നിന്നു. എന്താ ഇവിടെ സംഭവം? അതൊന്നും അങ്ങോട്ട് വ്യക്തമാക്കാത്തത് കൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്കൊന്ന് ചോദിച്ചു. ഒന്നും പറയാനായിട്ടില്ല. ഒന്നുകിലും പക്കു ചേച്ചി പ്രണവ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ഓഹോ, അപ്പോൾ ലൈവ് ഷോക്കുള്ള സ്കോപ്പുണ്ട്. തിരിഞ്ഞു നിൽക്കുന്ന അക്കുവിൻ്റെ മുന്നിലേക്ക് പ്രണവ് കയറി നിന്നു. എനിക്ക് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പെമ്പിളേരെ തീരെ ഇഷ്ടമല്ല. എന്തും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. റിൻഷയിൽ അന്ന് എനിക്ക് അട്രാക്റ്റീവായി തോന്നിയതും ആ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മനസ്സിലൊന്ന് വെച്ച് പുറമെ മറ്റൊരു തരത്തിൽ ബിഹേവ് ചെയ്യരുത്. ആൻഡ് ഒരു കാര്യം കൂടെ, വായി നോക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ ഒരു മയത്തിലൊക്കെ വേണം. പ്രണവിൻ്റെ ഡയലോഗ് കേട്ട് അക്കുവിൻ്റെ കണ്ണിപ്പോൾ താഴെ വീഴുന്നെന്ന കണക്കായി. അപ്പോൾ ഓക്കെ മാഡം, ആ ഒരു കാര്യം കൂടെ. 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നിട്ട് പിന്നെ എന്തോർത്ത പോലെ പഴയ പ്ലീസിൽ നിന്നിട്ട് പ്രണവ് അക്ഷരയെ നോക്കി. പൂച്ചക്കണ്ണുള്ളവരൊക്കെ ശിവയമാറുവരല്ല കേട്ടോ. അത്രയും പറഞ്ഞൊന്ന് സൈറ്റടിച്ച് ചിരിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ പ്രണവ് നടന്നു പോയതും അക്കു എന്തോ പോയോ എന്തിനോ പോലെ നിൽപ്പുണ്ട്. അങ്ങേരിപ്പം എന്തോ ഉദ്ദേശിച്ചേ? നന്ദു അതും അപ്പം തന്നെ അക്കുവിന് തോണ്ടിയതും ആവോ എന്ന് പറഞ്ഞ് ലെവൽ പോയി. കണ്ട വയൽ കൂടി പോയ അവർ വരെ ഏതാണ്ട് കരക്കെത്തി. കണ്ടു പടിക്കടി പെണ്ണെ, നീ ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അക്കുവിൻ്റെ പിറകെ വിട്ടു. ആഹാ, അവൾ കിട്ടുന്ന കെട്ടിയപ്പോൾ എന്തൊരു മനസ്സുഖം. അമ്മ എനിക്ക് വയ്യ. ഹലോ, ഇതിന് ഇത്ര ചിരിക്കാനെന്താ? അടി തെറ്റി ആനയും വീഴുന്നതാണ്. ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിനക്കും ഇത് തന്നെയല്ലേ പരിപാടി? എപ്പോൾ നോക്കിയാലും വീഴ്ച. കാശിയുടെ ഡയലോഗ് കേട്ടതോ കൊച്ചിയിലെ ഇലിയൊക്കെ അങ്ങ് നിന്നു. ഇപ്പം എന്തിനാ എന്നെ പിടിച്ച് ഇതിനിടയിൽ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ്, അവളെ കളിയാക്കിയത് പിടിക്കാഞ്ഞിട്ടാണോ ഇപ്പം എൻ്റെ വായ പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നത്? ഹോ ഗോഡ്, കൈവിട്ട് പോകുമെന്നതാണ് തോന്നുന്നത്. ഞാൻ അതൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല. വീഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ വന്നതാ. അധികം ഫ്ലോ വേണ്ടട്ടാ എന്നും പറഞ്ഞ് ലെവൽ പോകാൻ നിന്നതും ഫ്ലോറിൽ വിളിച്ചിരിക്കുന്ന കാർപ്പറ്റിൽ തടഞ്ഞ് ദേ പോണു കുട്ടി തായേക്ക്. അമ്മസ്കേ നോക്കണ്ട, ട്രാക്ക് പിടിച്ചില്ല. അങ്ങേര് കോയെ മാത്രമല്ലേ പിടിച്ചു തീർത്തു. ഇതാണ് മോളെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്. കെട്ടിയ അവസരം മുതലാക്കി കാശി നല്ല താങ്ങലാണ്. പരട്ട് ട്രാക്കു സ്വന്തം കെട്ടിയുടെ നിലത്ത് വീണ് കിടക്കുമ്പോഴാണോ കൊലച്ചിരി ചിരിക്കുന്നത്? ആ ഡയലോഗ് കേട്ടതും കാശിച്ചിരിയൊക്കെ കൺട്രോൾ ചെയ്ത് ലെവളെ പിടിച്ചു പൊക്കി. എന്നെ മഹാദേവ, കാല് വേദനിക്കണേ. എവിടെ നോക്കട്ടെ? നോക്കണ്ട, ചിരിക്ക്, കുറച്ചും കൂടി ചിരിക്ക്. ഇതൊക്കെ ഒരു തമാശയല്ലേ വൈഫി? ഇതിനൊക്കെ എങ്ങനെ ദേഷ്യപ്പെട്ടാലോ? പിന്നെ നിന്നോട് കുറേ പറയണമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് നീ ഇനി മഹാദേവ എന്ന് വിളിക്കരുത്. അത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കും പോലെ ഫീലാകുവാണ്. അതെങ്ങനെ? സാരക് മഹാദേവ്, എൻ്റെ അച്ഛൻ മഹാദേവ്. ഇനി നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ എന്നെ കാശിനാഥ എന്ന് വിളിച്ചോ. അതാകുമ്പോൾ മഹാദേവനെ തന്നെ വിളിയും കേട്ടോളൂ. കൂടെ കേൾക്കുമ്പോൾ എനിക്കും സന്തോഷം. എങ്ങനെയുണ്ട്? ആഹാ, എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം.
പോയി ആ കോയയോട് പറ. അതും പറഞ്ഞ് കലിപ്പിട്ട് കൊച്ചു പോയി. ഈവനിങ് റയാൻ. ആ യെസ്, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ആ ഓക്കെ, എത്രയും പെട്ടെന്ന് വേണം, ഇതിനകം ടൈമില്ല. എന്തായി? കോള് കട്ടായിട്ട് തന്നെ ദേവൻ ചോദിച്ചതും സെറ്റാണെന്ന് ആക്ഷൻ കാണിച്ചിട്ട് ഞാൻ ഫോൺ ടേബിളിലേക്ക് വെച്ചതും അത് വേണ്ട റിങ് ചെയ്തത് ഒരുമിച്ചായിരുന്നു. ധ്രുവാണല്ലോ. കോണ്ടാക്ട് നെയിം കണ്ട് ഞങ്ങളൊന്ന് പരസ്പരം നോക്കി. നിൻ്റെ ഒരു വിവരമില്ലല്ലോ തെണ്ടി, എവിടെ പോയി കിടക്കുമായിരുന്നു? കോൾ എടുത്ത പാടെ കാശി വെച്ചു. എല്ലാം പറയാം. ആദ്യം നിങ്ങൾ മൂന്നൊന്നും പുറത്തേക്ക് വാ. ഞാനും ഷീയും പുറത്തുണ്ട്. ഞങ്ങളൊന്നും പറയാൻ സമ്മതിക്കാതെ അവർ കോൾ കട്ടാക്കി. അവരെന്തിനാ പുറത്ത് നിൽക്കുന്നത്? അല്ല, നമ്മളെക്കാളും മുന്നിൽ അകത്ത് കയറി ഓടിക്കയറുന്ന ടീംസാണ്. എന്തായാലും വാ, അവന്മാരോട് തന്നെ നേരിട്ട് ചോദിക്കാം. അവരിവരോടെല്ലാം പറയുമോ എന്ന് അറിയാനായി കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തിൽ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തേക്കൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.